ലഹരി ഉപയോഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആളെ പോലീസ് പിടികൂടി. എറണാകുളം പെരുമ്പാവൂരിലാണ് ഈ സംഭവം. അസം സ്വദേശി മഞ്ജിൽ ഇസ്ലാമിനെയാണ് പോലീസ് ലഹരിയുമായി പിടികൂടിയത്. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. റാഫി, പോലീസ് അപ്പോൾ തന്നെ ആളിനെ പൊക്കിയോ? തീർച്ചയായും ഈ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടിയാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കുത്തിവെച്ച് നൽകുന്ന ആളെ തിരഞ്ഞ് പോലീസ് ഇറങ്ങിയത്. അങ്ങനെയാണ് പെരുമ്പാവൂർ ASP ഹർദിക് മീണയുടെ പ്രത്യേക സംഘം ഈ ആളെ കണ്ടെത്തിയത്. ഇയാൾ ആസാം സ്വദേശിയാണ്. മഞ്ജുൽ ഇസ്ലാം എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വലിയ തോതിൽ ലഹരി വിൽപ്പന നടത്തുന്നയാളാണ്. ഇയാൾ ആസാമിൽ നിന്നാണ് ലഹരി കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത് ചില്ലറ വിൽപ്പന നടത്തും. ഇത് ഉപയോഗിക്കാൻ ആളുകൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കും. ഈ വീഡിയോ ദൃശ്യങ്ങൾ പെരുമ്പാവൂർ സ്വദേശിയായ ഒരാൾ പകർത്തിയതാണ്. ഈ പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തുറസായി നിന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് ഇയാൾ പകർത്തിയത്. ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയായിരുന്നു. പിന്നീട് ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് പെരുമ്പാവൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത്. ഒടുവിൽ ഇത് അസം സ്വദേശിയായ മഞ്ജുൽ ഇസ്ലാമിലും എത്തിച്ചേർന്നു. മഞ്ജുൽ ഇസ്ലാമിനെ പിടികൂടിയതിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്ന് ലഹരി കണ്ടെത്തിയിട്ടുണ്ട്. ആഷിഷോയിലാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. മഞ്ജുൽ ഇസ്ലാമിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ജുൽ ഇസ്ലാം മാത്രമല്ല, ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാളുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പെരുമ്പാവൂർ പോലീസ് ഉള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്ന് പെരുമ്പാവൂരിൽ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ ലഹരി ഉപയോഗം നടത്തുന്നുണ്ട്. അത് പ്രധാനമായും ഈ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ്. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മരണങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 10-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ നിലയിൽ ഈ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ചതിലൂടെയുള്ള മരണത്തിന് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റാഫി കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.